ഇനി വെറും 14 ദിവസം മാത്രം ക്രിസ്മസ് എക്സാമിനായിട്ട്. വെറും 14 ദിവസം. മക്കളെ, ഇത് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളെ കൂട്ടത്തിൽ ഒരുപാട് മക്കൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് പഠിച്ചു പോകുന്നവരുണ്ട്. ഓരോ ചാപ്റ്റർ പഠിക്കുന്നു, ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുന്നു, റിവിഷൻ ചെയ്യുന്നു, അങ്ങനെ പോകുന്ന എത്ര പേരുണ്ട്? കുറച്ച് പേര് കറക്റ്റായിട്ട് പോകുന്നുണ്ട്. എന്നാൽ ചിലർ ഇതുവരെ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവില്ല. നമ്മൾ എപ്പോഴും പറയും, മക്കളെ എക്സാം ആവാനായി, ഇനി നമ്മുടെ മുന്നിൽ 2 മാസം സമയമേ ഉള്ളൂ, ഇനി നമ്മളുടെ മുന്നിൽ 1 മാസം സമയമേ ഉള്ളൂ, ഇനി ഇതാ നമ്മുടെ മുന്നിൽ 20 ദിവസം സമയമേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മൾ റിമൈൻഡ് ചെയ്യിക്കാറുണ്ട്. ഇതിനകത്ത് എത്ര പേര് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് പഠിച്ചു പോയിട്ടുണ്ട്, പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യുന്നുണ്ട്? വേണ്ട, നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കൂ. നിങ്ങൾ ഈ ക്രിസ്മസ് പരീക്ഷയ്ക്കുള്ള എല്ലാ ചാപ്റ്ററും പഠിച്ചു കഴിഞ്ഞു? ഇനി നിങ്ങൾക്ക് എത്ര ചാപ്റ്റർ പഠിക്കാനുണ്ട്? ഏതൊക്കെ ചാപ്റ്റർ റിവിഷൻ കഴിഞ്ഞു? ഏതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി? ഏതൊക്കെ ക്വസ്റ്റ്യൻസ് മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കി? നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കൂ. ഒരുപാട് പേർക്ക് നോ എന്നായിരിക്കും. കാരണം നമുക്ക് കലാമേളയും അതും ഒരുപാട് പ്രോഗ്രാമും അങ്ങനെ ഓരോ തിരക്കിൽ നമ്മൾ ഈ പഠനം എവിടെയൊക്കെയോ മറന്നുപോയി. പഠിക്കുന്നുണ്ട്, എന്നാൽ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എല്ലാവരുടെ കാര്യമല്ല മിസ്സ് പറയുന്നത്, ഒരു പകുതി കുട്ടികളെ കാര്യമാണ് പറയുന്നത്. അപ്പം നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല മിസ്സ് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, ഇനി നമ്മളെ മുന്നിൽ 14 ദിവസമേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, അയ്യോ ഇനി 14 ദിവസം മാത്രമേ ഉള്ളൂ, പഠിച്ചിട്ടില്ലല്ലോ, ടെൻഷൻ ആവുന്നില്ലേ? ടെൻഷൻ അടിക്കേണ്ട. ഇനി കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. ഇനി എൻ്റെ മക്കൾ 14-ാം തീയതി, 15-ാം തീയതി എക്സാം, ഡിസംബർ 14-ാം തീയതി, അയ്യോ ഇനി 1 ദിവസം മാത്രമേ ഉള്ളൂ, ഇത്രയും ദിവസം ഞാൻ എന്ത് ചെയ്തു? പഠിച്ചില്ല. പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് എക്സാം നന്നായിട്ട് എഴുതാമായിരുന്നു എന്നോർത്ത് റിഗ്രറ്റ് ചെയ്യരുത്. ഇനി അത് റിഗ്രറ്റ് ചെയ്യരുത്. കഴിഞ്ഞ കാര്യം കഴിഞ്ഞു. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാം? ഇനി നമ്മുടെ മുന്നിൽ എത്ര ദിവസമുണ്ട്? ആ ഡേയ്സ് എങ്ങനെ പ്ലാൻ ചെയ്ത് പഠിക്കാം എന്നുള്ളതാണ് ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത്. ഏതൊക്കെ സബ്ജക്റ്റിലാണ് നമ്മൾ വീക്കായിട്ടുള്ളതെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. എങ്ങനെ അതിന് പഠിക്കണമെന്ന് സ്വയം മനസ്സിലാക്കുക. ഇനിയിപ്പം എവിടുന്ന് പഠിക്കണം, എന്തൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ള ആലോചിച്ച് ടെൻഷൻ ആവുകയാണെങ്കിൽ പേടിക്കേണ്ട. നിങ്ങളെ കൂടെ എപ്പോഴും എക്സാമിനർ ഫാമിലി ഉണ്ടാവും. നമ്മളൊരു ടീം എപ്പോഴും നിങ്ങളെ കൂടെ ഉണ്ടാവും. നിങ്ങൾ പഠിച്ചാൽ മതി. നിങ്ങളൊന്ന് പഠിച്ചാൽ മാത്രം മതി മക്കളെ, നമ്മൾ കൂടെ ഉണ്ടാവും. കാരണം നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടാവും ലാസ്റ്റുള്ള മെഗാ മാരത്തോൺ വരുമല്ലോ, ലാസ്റ്റ് നമ്മുടെ മോർണിംഗ് ബൂസ്റ്റർ വരുമല്ലോ, അത് മതി. അങ്ങനെ വിചാരിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല, എക്സാം ടഫാവും. ആ മെഗാ മാരത്തോൺ എപ്പോഴും പറയുന്ന പോലെ ആ മാരത്തോൺ ക്ലാസ്സുകളൊക്കെ റിവിഷൻ ക്ലാസ് ആണ്. ഫുൾ പഠിച്ച് കഴിഞ്ഞ കുട്ടിക്കുള്ള ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ക്ലാസ് ആണത്. ആ റിവിഷൻ ക്ലാസ് യൂട്ടിലൈസ് ചെയ്യണേ. ആ റിവിഷൻ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാവണമെങ്കിൽ പ്രോപ്പറായിട്ട് പഠിച്ചിട്ടുണ്ടാവണം, നന്നായിട്ട് പഠിച്ചിരിക്കണം. അല്ലാതെ നമുക്ക് ആ റിവിഷൻ കൊണ്ട് കാര്യം ഉണ്ടാവുമോ? എല്ലാം കൂടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. എല്ലാം കൂടെ ഒരു ദിവസം നമ്മളെ മുന്നിൽ ഒരു എന്താ പറയുക, കൊട്ട നിറച്ച് ബിരിയാണി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ടേബിൾ നിറച്ച് ബിരിയാണി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒറ്റയടിക്ക് ആ ബിരിയാണി കഴിക്കാൻ പറ്റുമോ? ഇല്ല. മെല്ലെ ഓരോ ദിവസമായിട്ട് കുറച്ചായിട്ട് കഴിക്കാൻ പറ്റും അല്ലേ? ഒറ്റയടിക്ക് ആ ബിരിയാണി എല്ലാം കൂടെ കഴിക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ എല്ലാ ചാപ്റ്റേഴ്സും കൂടെ, ക്രിസ്മസ് എക്സാമിന് ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടി, എല്ലാ ചാപ്റ്റേഴ്സും കൂടെ ആ ലാസ്റ്റ് ദിവസം കൊണ്ടുപോയി പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഓർമ്മ ഉണ്ടാവുമോ? ഇല്ല. എന്നാൽ ആ ദിവസം എല്ലാ ചാപ്റ്ററും കൂടെ പഠിക്കാൻ മാറ്റി വെക്കാൻ പാടുണ്ടോ? ഇല്ല. അത് റിവിഷൻ ആയിരിക്കണം. നമ്മൾ ഇതുവരെ പഠിച്ച ചാപ്റ്റേഴ്സിൽ നിന്നും ആ ചാപ്റ്ററൊക്കെ നമ്മളിങ്ങനെ ഓരോ പേജ് മറച്ചിടുന്ന പോലത്തെ ലാസ്റ്റ് മിനിറ്റ് റിവിഷനാണത്. ആ റിവിഷൻ ക്ലാസ് നമുക്ക് ഉപകാരപ്രദമാവണം. വളരെ നമുക്കത് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പം പഠിക്കണം. നിങ്ങൾ അതിന് റെഡിയാണോ? റെഡിയാണെങ്കിൽ റെഡി എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ആ ലൈക്ക് ബട്ടണും കൂടെ അടിച്ചു പൊട്ടിക്കുക. ഓക്കെ. അപ്പോൾ മക്കളെ പേടിക്കേണ്ട. നമുക്ക് ഈ ഒരാഴ്ച, അതായത് ക്രിസ്മസ് എക്സാമിന് ഇനി 2 ആഴ്ച സമയമുണ്ട്. ഈ 2 ആഴ്ച നമുക്ക് എങ്ങനെ പഠിക്കാം? അപ്പോൾ ഈ ഒരാഴ്ചത്തെ ഇന്ന് മൺഡേ ടു സാറ്റർഡേ ഉള്ള സൺഡേ വരെയുള്ള പ്ലാൻ പറയാം. സാറ്റർഡേ സൺഡേ നമ്മൾക്ക് റിവിഷനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ മൺഡേ ടു സാറ്റർഡേ നമുക്ക് എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം. യെസ്. അപ്പം മക്കളെ, നമ്മുടെ യുവ ബാച്ച് ക്ലാസ് 6 യുവ ബാച്ചിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. യുവ ബാച്ചിൽ ഡെയിലി എക്സാം ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ സിക്സ്ത് ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് PYQ ഇല്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇല്ല, കാരണം സിലബസ് ഒക്കെ മാറി. പക്ഷേ നിങ്ങൾക്ക് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ബാച്ചിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പം മക്കളെ, നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പം തന്നെ കോൺടാക്ട് ചെയ്തോളൂ. ഓക്കെ. അപ്പം
അപ്പം നമ്മളുടെ ഈ ആഴ്ചത്തെ ടൈം ടേബിളിലേക്ക് നമുക്ക് കടക്കാം. മൺഡേ നിങ്ങൾ പഠിക്കേണ്ടത് ബേസിക് സയൻസ് ആണ്. ഓക്കെ, ബേസിക് സയൻസിൽ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഏതെങ്കിലും ചാപ്റ്റർ പെൻഡിങ്ങിൽ ഉണ്ടോ എന്നൊക്കെ നോക്കുക. ആ ചാപ്റ്റർ ഇന്ന് പഠിക്കാം, ഇന്ന് വേസ്റ്റ് ആക്കരുത്, പഠിക്കണം. അതുപോലെ മക്കളെ ഇന്ന് 7 മണിക്ക് ഒരു ഇവന്റ് ഉണ്ട്. നമ്മളുടെ എക്സാമിനർ ക്ലാസ് 6 യൂട്യൂബ് ചാനലിൽ ഒരു ഇവന്റ് നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എക്സാമിന് മുന്നേ നിങ്ങൾക്ക് ഒരുപാട് സർപ്രൈസുകൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടിത്തരാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സർപ്രൈസുകൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇന്ന് പൊട്ടിക്കും. ഇന്ന് ഇവന്റിലൂടെ നമ്മൾ അനൗൺസ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും 7 മണിയാകുമ്പം ഇവന്റിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നാളെ ട്യൂസ്ഡേ നിങ്ങൾ പഠിക്കേണ്ടത് ഹിന്ദിയാണ്. ഹിന്ദിയും പഠിക്കണം, ലാംഗ്വേജും പഠിക്കണം. ഹിന്ദി നിങ്ങൾക്ക് ഓൾറെഡി ഒരു ലൈവ് ക്ലാസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിനുള്ള ഒരു ചാപ്റ്റർ 1 ഷോർട്ട് ലൈവ് 1 മണിക്കൂർ കൊണ്ട് ആ ചാപ്റ്റർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അതായത് മക്കളെ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുമ്പം കുറേ ടൈം എടുക്കുമല്ലോ. അതിന് പകരം നമ്മളെ കൂടെ ഇരുന്ന് പഠിക്കുമ്പോൾ 1 മണിക്കൂർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ചാപ്റ്റർ സെറ്റാക്കാൻ പറ്റും. അപ്പോൾ ഹിന്ദിയുടെ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക, പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്ന് ബ്രേക്ക് ഒക്കെ എടുത്തതിന് ശേഷം നമ്മുടെ ലാംഗ്വേജ്, നിങ്ങൾക്ക് മലയാളം ഉണ്ടാവും, സംസ്കൃതം ഉണ്ടാവും, ഉറുദു ഉണ്ടാവും, അറബിക് ഉണ്ടാവും. നിങ്ങളുടെ ലാംഗ്വേജ് സബ്ജക്റ്റ് ഏതാണോ അതും എക്സാമിനുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ ഓരോ ചാപ്റ്ററായിട്ട് ലാംഗ്വേജും കൂടെ പഠിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വെനസ്ഡേ സോഷ്യൽ സയൻസ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഏതാണ് പഠിക്കേണ്ടത്? സോഷ്യൽ സയൻസ്. അപ്പോൾ സോഷ്യൽ സയൻസിൻ്റെ ലൈവ് ക്ലാസ്സും നമുക്ക് ഉണ്ടാവും, 1 ഷോട്ട് ലൈവ് ഉണ്ടാവും. ചാപ്റ്റർ സെറ്റാക്കി തരുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, മക്കൾ ലൈവിൽ ജോയിൻ ചെയ്ത് ആ ചാപ്റ്റർ ഫുള്ളായിട്ട് പഠിക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾ മുന്നേ പഠിച്ച ചാപ്റ്റേഴ്സൊക്കെ എന്ത് ചെയ്യണം, റിവിഷൻ നടത്തണം. ഓക്കെ, ഇനി തേഴ്സ്ഡേ മാത്തമാറ്റിക്സ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പം നിങ്ങൾ നോക്കുക, മാത്സിൽ നിങ്ങൾക്ക് ഏത് ചാപ്റ്ററാണ് നിങ്ങൾക്ക് കുറച്ച് പുറകോട്ടുള്ളത്, ഏതാണ് കുറച്ച് വീക്കായിട്ടിരിക്കുന്നത്, നന്നായിട്ട് പഠിക്കാനുള്ളത് എന്നുള്ളത് നിങ്ങൾ സ്വയം ആദ്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. എന്നിട്ട് ആ ചാപ്റ്ററാണ് നിങ്ങൾ എന്ന് പഠിക്കേണ്ടത്, തേഴ്സ്ഡേ പഠിക്കേണ്ടത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ഏതാണോ ക്രിസ്മസ് എക്സാമിനുള്ള ഇതുവരെ പഠിച്ചതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ അന്ന് പഠിക്കുക, നന്നായിട്ടിരുന്ന് പഠിക്കുക. അതിൻ്റെ കൂടെ മുന്നേ പഠിച്ച ചാപ്റ്റേഴ്സിലൊക്കെ പ്രോബ്ലംസും കൂടെ കുറേ ചെയ്ത് നോക്കുക. ഓക്കെ ആണല്ലോ. ഇനി ഫ്രൈഡേ നിങ്ങൾ പഠിക്കേണ്ടത് ഹിന്ദിയാണ്. അപ്പോൾ ഹിന്ദിക്ക് നമ്മൾ ലൈവ് ക്ലാസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലൈവ് ക്ലാസ്സിൻ്റെ കൂടെ ഇരുന്നിട്ട് നിങ്ങൾ ആ ഒരു ചാപ്റ്റർ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, ഹിന്ദിയാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഫ്രൈഡേ. ഇനി സാറ്റർഡേ നിങ്ങൾ ഇംഗ്ലീഷാണ്. അതും നമ്മൾ കൂടെ ഉണ്ടാവും, നമ്മളൊപ്പം ഉണ്ടാവും. നമ്മളെ കൂടെ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാവുന്നതാണ്. ഇംഗ്ലീഷാണ് നിങ്ങൾ ഇന്ന് പഠിക്കേണ്ടത്, സാറ്റർഡേ പഠിക്കേണ്ടത്. ഇംഗ്ലീഷ് മാത്രം പഠിച്ചാൽ പോരാ, അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം എന്നറിയോ, മാത്സിലെ നമ്മുടെ മാത്തമാറ്റിക്സിലെ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ഒരുപാട് ചാപ്റ്റേഴ്സ്, അതായത് നിങ്ങൾ പഠിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ന് വർക്കൗട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻസ് മാക്സിമം കളക്ട് ചെയ്ത് നമ്മളുടെ വീഡിയോസും അതേപോലെ ലൈവ് ക്ലാസ്സുകളും മുന്നത്തെ ലൈവ് ക്ലാസ്സുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്നത്ര ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ട് അന്ന് ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യേണ്ടതുണ്ട്, മാത്സിലെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി സൺഡേ റിവിഷന് വേണ്ടി മാറ്റിവെക്കണം. അപ്പം മക്കളെ, നമ്മൾ ഈ ഒരാഴ്ച ഈ ഓരോ ചാപ്റ്റേഴ്സ് ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു. അത് നമ്മൾ അന്ന് പഠിച്ച് ഇനി എക്സാമിൻ്റെ തലേ ദിവസം തുറന്ന് നോക്കിയാൽ മതിയോ? പോരാ, നമ്മൾ പ്രോപ്പറായിട്ട് എന്തും കൂടെ ചെയ്യണം, റിവിഷനും കൂടെ ചെയ്യണം. അപ്പോൾ സൺഡേ ഈ ഒരാഴ്ച പഠിച്ച കാര്യം സൺഡേ നിങ്ങൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം, നല്ലപോലെ റിവിഷൻ ചെയ്യണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഏതെങ്കിലും കാര്യം മറന്നു പോയിട്ടുണ്ടോ, എവിടെയെങ്കിലും ഒന്നും കൂടെ നന്നായിട്ടിരുന്ന് പഠിക്കേണ്ടതുണ്ടോ എന്നുള്ളത് അന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ സൺഡേ നിങ്ങൾ റിവിഷൻ ചെയ്യാം, മസ്റ്റായിട്ടും റിവിഷൻ ചെയ്യണം. ഈ ഒരാഴ്ച പഠിച്ച എല്ലാ കാര്യവും സൺഡേ റിവിഷൻ നടത്തുക. ഓക്കെ ആണല്ലോ. അപ്പോൾ മക്കളെ പേടിക്കേണ്ട, നന്നായിട്ടിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് നല്ലപോലെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും, നല്ല കോൺഫിഡൻസോടെ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഫുൾ മാർക്ക് തന്നെ നിങ്ങൾക്ക് നേടാനായിട്ട് കഴിയും. അപ്പം നമ്മൾ കൂടെയുണ്ട്, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. അപ്പം നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. അപ്പം ബെസ്റ്റ് ഓഫ് ലക്ക്.